എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കാര്യം നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് ആംഗിൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമതായിട്ട് ഇവിടെ പേര് കൊടുക്കാം OABC. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നമ്മളൊരു ഇത് തന്നിട്ട്, ഞാനിപ്പോൾ വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, അതായത് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് റിവൈസ് ചെയ്തിരുന്നു. എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ നമ്മൾ ടോപ്പിക് എന്തൊക്കെയാണുള്ളത്, എങ്ങനെയൊക്കെയാണ് അതിൽ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒക്കെ 1-2 ആംഗിൾ ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ട് അതിനകത്ത് ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം മാക്സിമം കണ്ടുപിടിച്ച് പഠിക്കുക. അപ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കിയേ, ഈ ഫിഗറിൽ ഇവിടെ 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കി എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാവരെയും കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിൽ സെന്ററിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 2 റേഡിയസ് വരച്ചാൽ അതിനിടയിൽ കിട്ടുന്ന ആംഗിളിന്റെ പേരെന്താണ്? സെൻട്രൽ ആംഗിൾ. ഈ 2 അറ്റങ്ങളെ സർക്കിളിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ നേരെ പകുതി ആയിരിക്കും പുറകിൽ വരുന്നത്. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും, ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണോ വരുന്നത് അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ഇവിടെ എത്രയാണോ വരുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലേ? അപ്പോൾ ആ പ്രോപ്പർട്ടി കൊടുക്കാമല്ലോ. ഇത് സെന്റർ അല്ലേ? സോ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50ന്റെ ഇരട്ടി 100. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതിലെ ഈ 2 ആംഗിളിലൂടെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഒരു സർക്കിളിനകത്ത് 2 റേഡിയസ് ഞാൻ വരയ്ക്കുന്നു. 2 റേഡിയസ്. ഈ 2 റേഡിയസുകളുടെ നീളം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം സർക്കിൾ അല്ലേ? ഈ 2 അറ്റങ്ങളെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിൾ എല്ലായ്പ്പോഴും എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അത് എപ്പോഴും എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ 2 ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി. അതിലിവിടെ ഓൾറെഡി എത്ര ഇരിപ്പുണ്ട്? 100 ഡിഗ്രി ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഡിഗ്രി മിച്ചമുള്ളൂ? 180-ൽ നിന്ന് 100 പോയാൽ ബാക്കി 80 ഡിഗ്രി. അപ്പോൾ 80-നെ ഇവിടെ 2 പേർക്കായിട്ട് കൊടുക്കണം. ഈക്വൽ ആയിട്ടല്ലേ കൊടുക്കാൻ? സോ 40 എങ്ങനെ കിട്ടി? 80 ഡിവൈഡ് ബൈ 2. 40 ഇവിടെ 40 ഇവിടെ 40. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ആംഗിൾ തന്നിട്ടില്ല, പക്ഷെ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. എഴുതിയിട്ടില്ല. അവിടെ ഒരു സ്ക്വയർ ഷേപ്പ് കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 90 ഡിഗ്രി ആണെന്നാണ്. അപ്പോൾ അത് O എന്ന് കൊടുത്തു. ABCD. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാവരെയും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ആദ്യമായിട്ട് ഇവിടെ 90 ഡിഗ്രി. ഈ പടം ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേ രൂപത്തിലാകുന്നില്ലേ? അതായത് ഒന്ന് കറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേളി വരും ഇല്ലേ? അപ്പോൾ ഇതിങ്ങനെ താഴെ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ. ഇവിടെ പടം ചായഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ തന്നെ എടുക്കുന്നു. സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത് ഇല്ലേ? അപ്പോൾ സെൻട്രൽ ആംഗിൾ 90 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സർക്കിളിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ, അതായത് 4 വശമുള്ള ഒരു രൂപം 4 കോർണറും ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ അതെല്ലായ്പ്പോഴും എന്ത് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, സൈക്ലിക് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ ഈ 45-ഉം ഇവിടെയുള്ള C എന്ന് പറയുന്ന ആംഗിളോടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടത്തെയും 2 പേരും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടത്തെ എങ്ങനെ കണ്ടുപിടിക്കും? 180-ൽ നിന്ന് ആരെ കുറച്ചാൽ മതി? 45-നെ കുറച്ചാൽ മതി. 135 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര വരും? 135 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ആംഗിളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, കാരണം ഇവിടുത്തെ നീളങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ നമുക്കൊരു വര വരയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു എന്ന് കരുതുക. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ആംഗിൾ കിട്ടും, ഇത്രയും ആംഗിൾ അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനപ്പുറമുള്ള ബാക്കി ആ 2 ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഈ 2 നീളങ്ങൾ തുല്യമാണോ അല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യാം? ഐസോസെലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി കൊടുത്ത് ഈ 2 ആംഗിളുടെ കണ്ടുപിടിച്ച് ടോട്ടൽ എടുക്കാൻ നമുക്ക്. ഈ 2 നീളങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഒരു വര വരയ്ക്കുമ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. അത് ഐസോസെലസ് ആയിരിക്കും. സോ ഈ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. 180-ൽ 135 പോയാൽ 45, പകുതി 22 എന്ന് വരും. അതുപോലെ ഇവിടെ 90 ഡിഗ്രിയാണ്. സോ 180-ൽ നിന്ന് 90 പോയാൽ ബാക്കി 90 ഉണ്ട്. അപ്പോൾ
ഇവിടെ 45 വരും. സോ ടോട്ടൽ ആംഗിൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഒരു സർക്കിൾ ഉണ്ട്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഇഫ് ബി സി ഈക്വൽ ടു സി ഡി. ബി സി എന്ന് പറയുന്ന നീളവും സി ഡി എന്ന് പറയുന്ന നീളം എന്താണ്? തുല്യമാണെങ്കിൽ എല്ലാ ആംഗിളും കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവരെയും കണ്ടുപിടിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന രണ്ടുപേരെ മാത്രം കണ്ടുപിടിച്ച് നിർത്തുന്നില്ല. നമ്മൾ പറ്റുന്ന എല്ലാവരെയും കണ്ടുപിടിക്കുന്നു. ഒരു പോയിന്റ്, ഇത് O എന്ന് പറയുന്ന സെന്ററിനെ മാർക്ക് ചെയ്തേക്കുന്നതാണ് O എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർക്കിളിന്റെ സെന്ററിൽ ഒരു പോയിന്റിനെ ചുറ്റിപ്പറ്റിയുള്ള മൊത്തം ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി. നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത്രയും 210 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ ബാക്കി ഇത്രയും എങ്ങനെ കണ്ടുപിടിക്കും? 360 മൈനസ് 210 0 5 1 150 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സെന്ററിലുള്ള ആംഗിൾ എത്രയെന്ന് കിട്ടി? 150 ഡിഗ്രി എന്ന് കിട്ടി. സെന്ററിൽ 150 ആണെങ്കിൽ നേര് പറയൽ എത്രയായിരിക്കും? ഇതിന്റെ നേര് പകുതി എടുത്താൽ മതി. 150ന്റെ പകുതിയെ നമുക്ക് 150/2 എന്ന് എഴുതി വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യം നമ്പറുകളൊക്കെ ചെയ്ത് ശീലമുള്ളവർക്കാണെങ്കിൽ 150/2 പെട്ടെന്ന് 75 കിട്ടും. അതല്ല എങ്കിൽ മനസ്സിലെടുക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. 150നെ 100 എന്നും 50 എന്നും രണ്ടാക്കി മനസ്സിൽ പിരിക്കാമല്ലോ. 100നോട് 50 ചേർക്കുമ്പോഴാണല്ലോ 150 കിട്ടുന്നത്. അപ്പോൾ 100 എന്നും 50 എന്നും പിരിക്കാം. 100ന്റെ പകുതി എത്രയാണ്? 50. 50ന്റെ പകുതി എത്രയാണ്? 25. സോ ഇതിന്റെ പകുതി 50, ഇതിന്റെ പകുതി 25. മനസ്സിലെടുക്കാൻ പറ്റും. 50 25 കൂട്ടിയാൽ എത്രയാണ്? 75. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി? 75 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിളെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന സൈക്ലിക് ആണ്. സോ ഓപ്പോസിറ്റ് ആംഗിളിനെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെ 180 കിട്ടുമെങ്കിൽ അവിടുത്തെ ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 75 ചെയ്താൽ പോലെ 105 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആംഗിൾ 105 ഡിഗ്രി. ഓക്കെ, ഇനി എനിക്കിതാ ഈ രണ്ട് ആംഗിൾ കൂടി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. ഇപ്പൊ എനിക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്? ഈ നീളവും സെയിം ആയതുകൊണ്ട് അത് ഐസോസെലസ് ആയിരിക്കും. സോ ഈ രണ്ട് ആംഗിളുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ 180ൽ നിന്ന് 150നെ കുറയ്ക്കുക. അപ്പോൾ ബാക്കി എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ആ 30ന്റെ പകുതി 15 ഇവിടെ, 15 ഇവിടെ. ഓക്കെ, അതുപോലെ താഴെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ രണ്ട് നീളങ്ങൾ തുല്യമാണെന്ന് അറിയാം. അപ്പോൾ അതും എന്താണ്? ഐസോസെലസ് ആണ്. അങ്ങനെയെങ്കിൽ 180ൽ നിന്ന് 105 പോയാൽ ബാക്കി എത്രയുണ്ട്? 75. 75ന്റെ പകുതി ഈ പറഞ്ഞതുപോലെ പിരിക്കാം. 70 എന്നും 5 എന്നും എഴുതാം. 70ന്റെ പകുതി 35, 5ന്റെ പകുതി 2.5, 35 2.5 37. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി വരും? 37. ഇവിടെയും 37 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആംഗിളെല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ചെയ്തത് ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. ആ പ്രോപ്പർട്ടി എപ്പോഴും ഓർത്തിരിക്കുക. ഒരു ട്രയാങ്കിളിനകത്ത് രണ്ട് റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ട്രയാങ്കിൾ എപ്പോഴും, അതായത് ഈ റേഡിയസും കണ്ടിന്യൂ കിട്ടുന്ന ട്രയാങ്കിൾ എപ്പോഴും എങ്ങനത്തെ ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് ആംഗിളുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കിച്ചിരിക്കും. അടുത്ത ചോദ്യത്തിൽ നമ്മുടെ ഒരു വൃത്തത്തിനകത്ത് രണ്ട് പോയിന്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ആംഗിൾ ACB എന്ന് പറയുന്ന ഈ ആംഗിളും കണ്ടുപിടിക്കണം, അതുപോലെ ADB എന്ന് പറയുന്ന ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, ഇതുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ട് സങ്കല്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആംഗിൾ എനിക്ക് അറിയത്തില്ല, ഇവിടെയും മൊത്തം ആംഗിൾ എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം. ഒരു സർക്കിളിൽ ഒരു സെഗ്മെന്റ് ഉണ്ട്. അതിനെ ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാലും ആംഗിളുകൾ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് സെയിം സെഗ്മെന്റിൽ എവിടെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാലും ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു സർക്കിളിൽ ഡയമീറ്ററിന്റെ അറ്റങ്ങളെ സർക്കിളിലേക്ക് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇവിടെ 60, ഇവിടെ 30, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. പക്ഷെ അത് കണ്ടുപിടിച്ചതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടത്തില്ല. ഓക്കെ, കാരണം ഇത് സെന്റർ അല്ല. സെന്ററിൽ ആംഗിൾ കിട്ടിയാൽ അതിന്റെ നേരെ പകുതിയാണ് ഇതെന്ന് പറയാം. പക്ഷെ ഇത് സെന്റർ അല്ല, സെന്റർ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പ്രോപ്പർട്ടി നടക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ പടത്തെ ഒന്ന് ചരിച്ച് നോക്കിയേ. ഇതാ ഈ ഇരിക്കുന്ന ഡയമീറ്റർ അല്ലേ? DB എന്ന് പറയുന്നത് സെന്ററിൽ കൂടി അല്ലേ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഡയമീറ്റർ അല്ലേ? ഡയമീറ്ററിന്റെ അറ്റങ്ങൾ ഏതാ? ഈ അറ്റവും സർക്കിളിലേക്ക് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഇല്ലേ? നമുക്കറിയാം. അതിലിവിടെ 30 ഡിഗ്രി ആണെന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 90 - 30
ഈക്വൽ ടു 60 ഡിഗ്രി, അതായത് ഇവിടെ 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള ആംഗിൾ കിട്ടി 60 ആണ്, 30 ആണ് എനിക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെയും ഇവിടെയുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഡി എ ബി എന്ന് പറയുന്ന ട്രയാംഗിൾ ഞാൻ എടുക്കുവാണ്. അതിൽ ഇവിടുത്തെ മൊത്തം ആംഗിൾ എനിക്കറിയാം 90 ആണെന്ന് അറിയാം ഇല്ലേ? ഈ മൊത്തം ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 60 ആണ്. അപ്പോൾ രണ്ടുപേരും എനിക്ക് അറിയാമല്ലോ. അപ്പോൾ ടോട്ടൽ 180യിൽ നിന്ന് 90ഉം 60ഉം എത്രയാണ്? 120നെ കുറയ്ക്കുക, 90ഉം 60, സോറി 150നെ കുറയ്ക്കുക, 30 എന്ന് കിട്ടും. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി. ഇനി സിമ്പിൾ അല്ലേ? ഒരു സെയിം സെഗ്മെന്റിനെ സർക്കിളിൽ എവിടെ ജോയിന്റ് ചെയ്താലും എന്തായിരിക്കും? ആംഗിൾ സെയിം ആയിരിക്കും. സോ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രയാസം തോന്നും. ഓർമ്മിക്കുക, ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഡയമീറ്ററിന്റെ അറ്റങ്ങളെ സർക്കിളിലേക്ക് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുന്നത്? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഫിഗറുകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തതില് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന മാക്സിമം ആംഗിളുകൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ശരി തന്നെ നോക്കാനായിട്ട് എന്ത് ചെയ്യുക? ബാക്കി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പടത്തിൽ ഞാൻ ഇവിടെ ആദ്യം ഈ സെഗ്മെന്റ് എടുക്കുന്നു എന്ന് കരുതുക. ഓക്കെ, ഇത് സെന്റർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു ലൈൻ സെഗ്മെന്റ് അത്രേ ഉള്ളൂ. ഈ സെഗ്മെന്റ് എടുക്കുന്നു എന്ന് കരുതുക. ഇതിന്റെ 2 അറ്റങ്ങളെ ഇവിടേക്കും ജോയിന്റ് ചെയ്തിരിക്കുന്നു, ഇവിടേക്കും ജോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ 2 പോയിന്റ് ആംഗിളുകളുണ്ട്. പക്ഷെ അത് രണ്ടും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ അവിടെ തുടങ്ങിയിട്ട് കാര്യമില്ല. ഈ ഒരു സെഗ്മെന്റ് എടുക്കാമല്ലോ. ഇതിനെ ഇങ്ങനെയും ജോയിന്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഇങ്ങോട്ടും ജോയിന്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇങ്ങനെയും ജോയിന്റ് ചെയ്തിരിക്കുന്നു, ഇതിനെ ഇങ്ങനെയും ജോയിന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വരുന്ന ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ 50 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 50. ഓക്കെ, ഒരെണ്ണം കിട്ടി. ഇനി അടുത്ത ഈ കോഡ് എടുക്കാം. ഈ കോഡ് അതിനെ ഇങ്ങനെയും ജോയിന്റ് ചെയ്തേക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിന്റ് ചെയ്തേക്കുന്നു. സോ ഇവിടെയും ഇവിടെയും വരുന്ന ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 30 ഡിഗ്രി. രണ്ടാമത്തെ ആംഗിളും കിട്ടി. അടുത്തിവിടെ ഒരു 35 തന്നിട്ടുണ്ട്. ഏതിനാ? ഈ കോഡിനെ ഇങ്ങനെ ജോയിന്റ് ചെയ്തപ്പോൾ 35. അപ്പോൾ അതിന് ഇങ്ങനെ ജോയിന്റ് ചെയ്താൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 35. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് വെച്ചിട്ടെല്ലാം ഫില്ല് ചെയ്തു. ഇനിയും നമുക്ക് 2 പേരും മിസ്സിംഗ് ആണ്. ഇവിടെ ഒരാൾ മിസ്സിംഗ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പല രീതികൾ ചെയ്യാം. ഒന്നുകിലും നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. സോ 4 ആംഗിളൂടെ കൂട്ടുമ്പോൾ 360 എന്ന് പറയുന്ന പ്രോപ്പർട്ടി വേണമെങ്കിൽ കൊടുക്കാം. 4 ആംഗിളൂടെ കൂട്ടുമ്പോൾ 360. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. സോ ഇതിന് ഇങ്ങനെ ജോയിൻ ചെയ്താലും ഇങ്ങനെ ജോയിൻ ചെയ്താലും ആംഗിൾ സെയിം ആയിരിക്കും. സോ 4 പേരുടെ എല്ലാവരെയും കൂടെ കൂട്ടിയാൽ 360. അതിൽ നിന്ന് ഈ അറിയാവുന്ന ആൾക്കാരെല്ലാം കുറയ്ക്കുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. അതിനെ പകുതിയായിട്ട് 2 എടുത്ത് കൊടുത്താൽ മതി. അത് ഒന്നാമത് മെത്തേഡ്. രണ്ടാമത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എന്തായിരിക്കും? 180 ആയിരിക്കും. കാരണം ഇത് എന്ത് ക്വാഡ്രിലാറ്ററലാണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ 35, 30, 50 പിന്നെ ഇവിടെ എക്സ് എന്ന് വിളിക്കാം. അവരെ കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം, ആ വാല്യൂവിനെ ഇവിടെ എഴുതാം. രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, ആ ട്രയാങ്കിളിൽ ഇവിടുത്തെ മൊത്തം ആംഗിൾ അറിയാം, ഇവിടുത്തെ മൊത്തം ആംഗിൾ അറിയാം. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. സോ ഈ 2 പേരെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ മെത്തേഡ് ഏതായാലും ഇപ്പം ലെങ്ത് കുറച്ച് വരുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് 180. ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിലും 35, 30, 50 എക്സ് ഇത്രയും കൂട്ടുമ്പോൾ 35 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് എക്സ് ചെയ്യുമ്പോൾ 180 കിട്ടണം. ഓക്കെ, 50, 30, 80, 115 പ്ലസ് എക്സ് ഈക്വൽ ടു 180. അപ്പോൾ എക്സ് ഈക്വൽ ടു 180 മൈനസ് 150, 180 65 ഡിഗ്രി. ഓക്കെ, 65 കിട്ടും. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 65. അപ്പോൾ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 65. ഇനി അതല്ല ട്രയാങ്കിൾ എടുക്കണമെന്നുള്ളവർക്ക് 50, 35 എത്രയാണ്? 85, 30, 115 അങ്ങനെ ചെയ്താലും 65 തന്നെ കിട്ടും. ഇനി അതല്ല എല്ലാം കൂടെ കൂട്ടി 360 വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്താലും എന്ത് ചെയ്യും? 65 തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എല്ലാവരെയും എന്ത് ചെയ്യുക? അങ്ങ് കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം വരട്ടതെന്ന് തുടങ്ങാം. O എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ആണ്. സോ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും ഇല്ലേ? 2 റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ
ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ. സോ ഇവിടെ 50 എങ്കിൽ ഇവിടെയും 50. അതുപോലെ ഇവിടെയും ഒരു റേഡിയസ് ഉണ്ട്, ഇവിടെയും ഒരു റേഡിയസ് ഉണ്ട്. സോ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ആണ്. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. രണ്ട് ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ എല്ലാം കണ്ടുപിടിച്ചുകൂടെ? 180 കുറച്ചാൽ പോരെ. അപ്പോൾ 60ഉം 60ഉം 120. അതിന് 180 നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആംഗിൾ 60. അതുപോലെ ഇവിടെയും രണ്ടാംഗിൾ അറിയാമല്ലോ, മൂന്നാമത്തെ കണ്ടുപിടിച്ചുകൂടെ? 180 മൈനസ് 50 50 കൂട്ടിയാൽ എത്രയാണ്? 100 ഈക്വൽ ടു 80. ഇവിടെ എത്രയാണ്? 80 ഡിഗ്രി. നമുക്ക് ഈ രണ്ട് ആംഗിൾ അറിയാം, അത് രണ്ടുകൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 140 ഡിഗ്രി. അതായത് സെന്ററിലെ ആംഗിൾ എത്രയാണ്? 140. ഈ മൊത്തമല്ലേ സെൻട്രൽ ആംഗിൾ, അത് 140. അപ്പൊ സെൻട്രൽ ആംഗിളിലെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്, പിറകിൽ വരുന്നത്. 140ന്റെ പകുതി എത്രയാണ്? 70. ഓക്കെ, ഇനി എനിക്ക് ആകെപ്പാടെ ഒരു ആംഗിൾ കൂടെ ബാക്കിയുള്ളൂ, ഇവിടുത്തെ ഒരു ആംഗിൾ നോക്കിയേ. ഈ ഓ നൽകാൻ ഞാൻ ഒന്ന് മാച്ചു. ഒരു പോയിന്റിനെ ചുറ്റി ടോട്ടൽ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360. അതിൽ 140 ഇവിടെ ഇരിപ്പുണ്ട്. സോ 360 മൈനസ് 140 ചെയ്യുമ്പോൾ 220 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത്രയും ആംഗിൾ എത്രയാണ്? 220. നോക്കി, DAOC എന്ന് പറയുന്ന രൂപം നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിലും 4 വശമല്ലേ ഉള്ളത്, അങ്ങനെയെങ്കിൽ അത് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലാണ്. ക്വാഡ്രിലാറ്ററലാണോ? ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 360. സോ 70ഉം 35ഉം 220ഉം ഇവിടെ ഉള്ള ആംഗിൾ ഞാൻ എക്സ് എന്ന് വിളിക്കാം. അതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 360 കിട്ടും. ഞാൻ തൽക്കാലം ഈ ചോദ്യം ഒന്ന് മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ 70 പ്ലസ് 220 പ്ലസ് 35 പ്ലസ് എക്സ് ഈക്വൽ ടു 360. ഇതിൽ 220 ആഡ് ചെയ്യും. 220 70 290 290 35 എത്രയാ? 325 പ്ലസ് എക്സ് ഈക്വൽ ടു 360. എക്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 325 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 360 മൈനസ് 325 ഈക്വൽ ടു 35 ഡിഗ്രി. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 35 ഡിഗ്രി. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആരൊക്കെയായിരുന്നു? ഈ 50ഉം ഈ 60ഉം ഈ 35 അറിയായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എല്ലാവരെയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഏത് ആംഗിൾ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അത് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. നിങ്ങളെ കൊണ്ട് ആ പടത്തിനകത്ത് ഏതൊക്കെ ആംഗിളിൽ കണ്ടുപിടിച്ച് പഠിക്കാൻ പറ്റുമോ അതെല്ലാം കണ്ടുപിടിച്ച് പഠിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര ആംഗിൾ കണ്ടുപിടിക്കുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ SSLCയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു 3-4 മാർക്കിനെങ്കിലും, 4 മാർക്കിനല്ല കൂടുതൽ വരും, ഒരു 3-4 മാർക്കിനെങ്കിലും ഉറപ്പായിട്ടും കാണും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത ക്ലാസ്സിലും കണ്ടുമുട്ടാം.